മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ കൂടിയാണ് അരവിന്ദ് സ്വാമി. ഒരു മലയാളി നടൻ അല്ലെങ്കിൽ കൂടിയും മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട നടനെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. തമിഴ് നടനായിട്ട് പോലും മലയാളികളുടെയും പ്രീതി പിടിച്ചു പറ്റിയ ഒരു റൊമാൻറ്റിക് ഹീറോ തന്നെയാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തിന് നടുവിന് പരിക്ക് പറ്റിയതും അദ്ദേഹം എണീക്കാൻ പോലും ഒന്നനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടപ്പിലായ കാര്യത്തെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇതും ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമായി മാറുന്നത്. നട്ടലിന് പരിക്ക് പറ്റി കിടപ്പിലായ നാളുകൾ, സിനിമയില്ലാത്തപ്പോഴും കോടികൾ വാരിക്കൂട്ടിയ അരവിന്ദ് സ്വാമി. അരവിന്ദ് സ്വാമി ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ രംഗത്തുണ്ടാക്കിയ തരംഗം ചെറുതൊന്നുമല്ല. റൊമാൻറ്റിക് ഹീറോയായി തുടരെ സിനിമകൾ ചെയ്ത അരവിന്ദ് സ്വാമിക്ക് ഒന്നിനു പുറകെ ഒന്നായി അവസരങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. റോജ, ബോംബെ എന്നീ സിനിമകൾ നടൻ്റെ കരിയോഗ്രാഫിൽ നിന്നും എടുത്തു പറയുന്ന സൃഷ്ടികളാണ്. പക്ഷേ സിനിമാ രംഗത്ത് വിജയം പോലെ തന്നെ പരാജയവും അരവിന്ദ് സ്വാമി കണ്ടിട്ടുണ്ട്. ഒരേ തരത്തിലുള്ള റോളുകൾ ചെയ്ത അരവിന്ദ് സ്വാമിയെ ബാധിച്ചിട്ടുണ്ട്. സിനിമാ കരിയറിൽ വീഴ്ച പക്ഷേ അരവിന്ദ് സ്വാമിയുടെ ജീവിതത്തെ ബാധിച്ചിട്ടില്ല. കാരണം ബിസിനസ് രംഗം ശോഭിക്കാൻ അരവിന്ദ് സ്വാമിക്ക് ആയിട്ടുണ്ടായിരുന്നു. തൻ്റെ പിതാവിൻ്റെ ബിസിനസ്സിൻ്റെ മേൽനോട്ടം ഏറ്റെടുക്കുകയായിരുന്നു അദ്ദേഹം. 2005 ടാലൻറ്റ് മാക്സിം എന്ന കമ്പനി ആഗ്രഹിച്ചു. 2005 ജീവിതത്തിൽ വലിയൊരു തിരിച്ചടി അരവിന്ദ് സ്വാമിക്കുണ്ടായി. നട്ടലിനേറ്റ പരിക്ക് കാരണം 18 മാസത്തോളം കിടപ്പിലായിരുന്നു. നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹം. അന്നൊന്നും ഇതും ആരും അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം അഭിനയം നിർത്തിയെന്നാണ് എല്ലാവരും കരുതിയത്. പിന്നീടാണ് ഇതെല്ലാവരും അറിഞ്ഞിരുന്നത്. അതും അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ മാത്രമാണ് എല്ലാവരും അറിഞ്ഞത്. ശസ്ത്രക്രിയയ്ക്ക് തയ്യാറാകാതിരുന്ന അരവിന്ദ് സ്വാമി ആയുർവേദ ചികിത്സയ്ക്ക് സ്വീകരിച്ചു. ചികിത്സ തുടങ്ങി ഇന്ന് 3 ദിവസം കൊണ്ട് അദ്ദേഹം എന്നെ നടത്തിച്ചു. തൻ്റെ വ്യക്തിപരമായ അനുഭവമാണിതെന്നും എല്ലാവരും ഇതേവഴി സ്വീകരിക്കണമെന്നും താൻ പറയില്ലെന്നും അരവിന്ദ് സ്വാമി പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് രംഗത്തെ പ്രബല സാന്നിധ്യമായി അരവിന്ദ് സ്വാമിയുടെ കമ്പനി വളർന്നിട്ടുണ്ട്. ടാലൻറ്റ് മാക്സിമത്തിൻ്റെ 2022 വരുമാനം 3300 കോടി രൂപയാണ്. സിനിമാ രംഗത്ത് ഇടയ്ക്ക് മാത്രം അരവിന്ദ് സ്വാമി സാന്നിധ്യം അറിയിക്കാറുമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അരവിന്ദ് സ്വാമിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ പലർക്കും പല കഥകളാണ് പറയാനുള്ളത്. പലർക്കും അദ്ദേഹത്തിനെ ഒരു ഇൻസ്പിറേഷനായി എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഇൻസ്പിറേഷൻ വ്യക്തി തന്നെയാണെന്ന് സമ്മതിച്ചിട്ടുമുണ്ട് പലരും. അത്രമാത്രം പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം തന്നെ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിയാണ് അരവിന്ദ് സ്വാമി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളും നിറഞ്ഞു നിൽക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വൈറലാകുമ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് ഇപ്പോഴും പ്രേക്ഷകർ ഓർത്തെടുക്കാറുണ്ട്. നിരവധി സിനിമകളിലൂടെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ വ്യക്തി. മലയാളികൾക്കും സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്കുമൊക്കെ ഹരമായിരുന്നു ഒരു കാലത്ത് അരവിന്ദ് സ്വാമി എന്നത്. റൊമാൻറ്റിക് ഹീറോ എന്നതിനേക്കാൾ ഉപരി ഇന്നിപ്പോൾ ആക്ഷൻ ഹീറോ എന്ന രീതിയിൽ പോലും അദ്ദേഹം വളർന്നു കഴിഞ്ഞു. അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയും അദ്ദേഹം അങ്ങനെ ഒരു വീഴ്ചയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് വന്ന ഒരു ഇൻസ്പിറേഷനുമൊക്കെയാണ്. ഏറ്റവും കൂടുതൽ ആളുകളും അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതെന്ന് കൂടി നമ്മൾ പറയണം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.